ഇനി എങ്ങനെ നമുക്ക് ഒരു പേഷ്യന്റിന് സ്ട്രോക്ക് വരുമ്പോൾ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ബി ഫാസ്റ്റ്. അതിൽ ബി സ്റ്റാൻഡ്സ് ഫോർ ബാലൻസ്, അതായത് തലകറക്കം, നടക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ. ഇ സ്റ്റാൻഡ്സ് ഫോർ ഐ സിംറ്റംസ്, അതായത് പെട്ടെന്ന് രണ്ടായി കാണുക, അതല്ലെങ്കിൽ ഒരു സൈഡ് കാഴ്ച മങ്ങുക തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതും സ്ട്രോക്കിൻ്റെ ലക്ഷണമാവാം. ഇനി പ്രധാനമായിട്ട് വരുന്നതാണ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഇതിൽ എഫ് എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫേഷ്യൽ എസിമെട്രി, അതായത് മുഖം കോടുക, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക. അതിൽ തന്നെ ഫാസ്റ്റിലെ എ സ്റ്റാൻഡ്സ് ഫോർ ആംസ് ആൻഡ് ലെഗ്സ്, അതായത് കൈയുടെയോ കാലിൻ്റെയോ ബലക്കുറവ്, തരിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പീച്ച്, സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. ആൻഡ് അവസാനമായിട്ട് ടി സ്റ്റാൻഡ്സ് ഫോർ ടൈം. കാരണം സ്ട്രോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. അതിലൊരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 3 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 4.5 മണിക്കൂർ എന്ന് പറയുന്ന സമയമാണ്. അതിനുള്ളിൽ നമ്മൾ ഒരു സ്ട്രോക്ക് രോഗീനെ ഈ ബി ഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ലക്ഷണത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണം പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ രോഗിയുമായിട്ടൊരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം. ഇനി എന്താണൊരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് ഞാൻ പറയാം. ഒരു പേഷ്യൻറ്റിന് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ രോഗിയുമായിട്ട് സ്ഥിരം കാണിക്കുന്ന ഡോക്ടറുടെ ഒ പിയിൽ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു സ്കാൻ സെൻറ്ററിൽ പോവുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. കാരണം അതെല്ലാം നമ്മൾക്ക് രോഗിക്ക് ഈ ഗോൾഡൻ അവറിൽ ട്രീറ്റ്മെൻറ്റ് നൽകാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് എത്രയും വേഗം ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ, അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും ദിവസത്തിൽ 24 മണിക്കൂറും സ്ട്രോക്കിൻ്റെ അതിനൂതനമായ എല്ലാ ചികിത്സകളും നൽകാൻ കഴിയുന്ന, അതായത് ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ രോഗിയെ പരിശോധിച്ച് MRI സ്കാനിങ്ങോ അല്ലെങ്കിൽ CT സ്കാനിങ്ങോ ചെയ്ത് ന്യൂറോളജിസ്റ്റ് കണ്ട് ഉടനെ തന്നെ സ്ട്രോക്കിൻ്റെ അതിനൂതന ചികിത്സകളായ ത്രോംബോലൈസിസും മെക്കാനിക്കൽ ത്രോംബെക്ടമിയും ചെയ്യാൻ കഴിയുന്ന ഒരു സെൻറ്ററിനെയാണ് നമ്മൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്ററിൽ നമ്മൾ പേഷ്യൻറ്റിനെ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ, BP, സാച്ചുറേഷൻ, ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എമർജൻസിയിലെ ഡോക്ടർ തന്നെ ഉടനെ ആ പേഷ്യൻറ്റിനെ MRI ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ MRIക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്യും. MRIയിൽ സ്ട്രോക്ക് ഉടനെ തിരിച്ചറിയാൻ സാധിക്കുകയും സ്ട്രോക്കിന് കാരണമായിട്ടുള്ള രക്തക്കൊള്ളികളിൽ വലിയ ബ്ലോക്കുകളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും.